ലോകത്തിൽ ആരെങ്കിലും റേപ്പിനെ പിന്തുണയ്ക്കോ? ഇല്ല. പക്ഷെ വ്യാജ റേപ്പ് ആണെങ്കിലോ? ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്പെസിഫിക് കേസ് എടുക്കാം. 2 പരാതികൾ വന്നല്ലോ. 2 പരാതികളിലും 3, അതായത് ആദ്യത്തെ പരാതിയിൽ 3 സ്ഥലത്ത് വെച്ച് പീഡനം. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചാണ് പറയുന്നത്, വേറെ ആരെ കുറിച്ച് ഞാൻ പറയുന്നില്ല. 3 സ്ഥലത്ത് വെച്ച് കോടതി അത് നിലനിൽക്കില്ലെന്ന് പറഞ്ഞില്ലേ? അത് മാറ്റിയില്ലേ? അയ്യോ, ഒരു സെന്റ് പറഞ്ഞില്ലേ? ഒരു സെന്റ്. പിന്നെ ഏത് കേസിൽ നിലനിൽക്കുമെന്നാ പറഞ്ഞത്? പ്രഗ്നൻസി കഴിഞ്ഞുള്ള അബോർഷൻ, അതായത് നിർബന്ധിത അബോർഷൻ കേസാണ് നിലനിൽക്കുന്നതെന്നല്ലേ കോടതി പറഞ്ഞത്? പിന്നെന്താ സാർ പറയും? എന്റെയും കൂടെ സെക്യൂരിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ പരാതിക്കാരിയെ കുറിച്ച് ഒരു വാക്ക് പോലും പറയുന്നില്ല. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ കോടതി പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങളിൽ വന്ന കാര്യങ്ങൾ വെർബാറ്റിം കൂട്ടി ചെയ്യാൻ കുഴപ്പമില്ല. ആദ്യത്തെ കേസ് ഞാനുമായി ബന്ധപ്പെട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. 2ാമത്തെ കേസ് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അല്ല ഒരു സെക്കൻഡ്, തെറ്റുകാരനാണെന്ന് ഏത് കോടതി പറഞ്ഞു? ശരി, ഒരു സെക്കൻഡ്, ഞാൻ മാഡത്തിലേക്ക് ഒരു സെക്കൻഡ്. തെറ്റുകാരനാണെന്ന് കോടതി പറഞ്ഞു. ശരി, ഒരു സെക്കൻഡ്. അപ്പോ നമ്മുടെ നിയമത്തിന്റെ ബേസിക് പ്രിസംപ്ഷൻ എന്താ? എ പേഴ്സൺ ഈസ് ഇന്നസെന്റ് അണ്ടിൽ പ്രൂവ്ഡ് ഗിൽറ്റി. അതൊക്കെ മാറിയോ? എ പേഴ്സൺ ഈസ്, ഇത് രാഹുൽ ഈശ്വർ ഉണ്ടാക്കിയതല്ല. ഒരു സെക്കൻഡ്. എ പേഴ്സൺ ഈസ് ഇന്നസെന്റ് അണ്ടിൽ പ്രൂവ്ഡ് ഗിൽറ്റി എന്നുള്ളത് നമ്മുടെ ഭരണഘടനയുടെ നിയമ സംവിധാനത്തിന്റെ ഏറ്റവും അടിസ്ഥാന മാക്സിമാണ്. ഒന്ന്, ആര് പറഞ്ഞു? അല്ല സാർ, ഞാൻ ഒരു സെക്കൻഡ്, എന്താ അറിയാമോ? ഞാനാണോ? എന്താ അറിയാമോ? ഞാൻ പറയുന്നതിനെ തീർത്തു പറഞ്ഞില്ലെങ്കിൽ, അതായത് ഞാൻ പറയുന്ന ഒരു കാര്യത്തെ കംപ്ലീറ്റ് ആയി പറഞ്ഞില്ലെങ്കിൽ പകുതി വെച്ച് അവർ കട്ട് ചെയ്ത് പറയും. ഞാൻ ആദ്യം അദ്ദേഹം പറഞ്ഞ ശരി, എന്നാൽ താങ്കൾക്ക് പറഞ്ഞു. മറുപടി പറഞ്ഞോട്ടെ, മറുപടി പറയട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണ് കോടതി പറഞ്ഞു. അപ്പോ ആണല്ലോ, ആർക്കും തർക്കമില്ലല്ലോ. സാർ, തെറ്റുകാരനാണെന്നല്ലേ കണ്ടെത്തേണ്ടത്? ഇപ്പൊ അങ്ങനല്ലേ? തെറ്റുകാരനല്ലേ? തെറ്റുകാരനാണെന്നല്ലേ കണ്ടെത്തേണ്ടത്? ഇനി 2, നമ്മുടെ ലീഗൽ മാക്സിം. ഞാൻ ലോ കൂടെ പഠിച്ചുകൊണ്ടാണ്, ഒരുപാട് പ്രാക്ടീസിംഗ് അനുഭവമൊന്നുമില്ല. എ പേഴ്സൺ ഈസ് ഇന്നസെന്റ് അണ്ടിൽ പ്രൂവ്ഡ് ഗിൽറ്റി. ഇതാണ് 1ാമത്തെ മാക്സിം. 2ാമത്തെ എന്താ അറിയാമോ? 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത്. ഇതൊന്നും രാഹുൽ ഈശ്വർ ഉണ്ടാക്കിയ കാര്യങ്ങളല്ല. ഇതൊക്കെ ബഹുമാനപ്പെട്ട കോടതികളും കോൺസ്റ്റിറ്റ്യൂഷനും ഈ രാജ്യത്തിന്റെ ഫോർഫാദേഴ്സും പറഞ്ഞതാ. സാറ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനല്ലെന്ന് ഏത് കോടതി പറഞ്ഞു? രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെന്ന് ഏത് കോടതി പറഞ്ഞു? ഇനി 2, ഈ മുകേഷ് നാരായൺ. ഇനി മുകേഷിന്റെ കാര്യത്തിൽ എനിക്ക് മാഡത്തിന്റെ ഉത്തരം കൂടെയാണ്. മുകേഷിനെ വെച്ച് പറയാം, അപ്പൊ പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് മുകേഷിന്റെ കാര്യത്തിൽ കുറ്റക്കാരനല്ലെന്ന് കോടതി എവിടെ പറഞ്ഞു? പോക്സോ നിലനിൽക്കില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കുറ്റക്കാരനല്ലെന്നാണ്. പോക്സോ നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞല്ലോ. അപ്പൊ അതിനർത്ഥം എന്താ? കുറ്റക്കാരനല്ലെന്നല്ലേ? അപ്പൊ ഇനി എന്ത് പറയാന്നറിയാമോ? വേണമെങ്കിൽ മുകേഷിനെ അപകീർത്തിപ്പെടുത്താൻ. മുകേഷിന്റെ കാര്യമാണ് പറയാൻ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അല്ല. മുകേഷിന്റെ കാര്യത്തിൽ എന്ത് പറയാന്ന് എനിക്കറിയാമോ? അത് കോടതി തെളിവുകളുടെ അഭാവത്തിലാണ് വിട്ടു. തെളിവുകളുടെ അഭാവത്തിൽ വിട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി ദിലീപിന്റെ കാര്യത്തിലേക്ക് വരുന്നത് സ്പെസിഫിക് കേസ് തന്നെ വരും. ഞാൻ മുകേഷിനെ വെച്ച് പറയണത് എന്താ അറിയാമോ? വേറൊരു കേസിനെ കുറിച്ച് കമന്റ് ചെയ്യണമല്ലോ. മുകേഷിന്റെ കേസ് ഇതായതുകൊണ്ടാ. ഇനി ഒരു കാര്യം കൂടെ, നിങ്ങൾക്ക് മുകേഷിന്റെ കേസ് അറിയാമെങ്കിൽ ഞാൻ ഒരു വരിയിൽ പറയാം. മുകേഷ് ഒരു ആൽബത്തിൽ അഭിനയിക്കാൻ പോയി 6 മാസത്തിന് ശേഷം പോക്സോയുടെ കേസ് ഇതാണ് സംഭവിച്ചത്. അല്ലെങ്കിൽ നമ്മുടെ പ്രമുഖനായ മീഡിയയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന ആ കേസ് ക്വാഷ് ചെയ്ത് കളഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കേസ് ക്വാഷ് ചെയ്ത് കളഞ്ഞു. നമ്മുടെ ആ പ്രമുഖനായ മാധ്യമ പ്രവർത്തകൻ ജയിക്കുകയും ചെയ്തു. ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുവരെ, അതായത് ആശയപരമായി ഈ വിഷയങ്ങളിൽ ഇനിയെങ്കിലും നമുക്കത് പറഞ്ഞൂടെ? ഇനി താങ്കൾ പറഞ്ഞ ദിലീപിന്റെ കേസ്, ദിലീപ് നിരപരാധിയാന്ന് കോടതി പറഞ്ഞില്ലേ? എന്റെ ചേട്ടാ, അതൊരു ലീഗൽ ടെർമിനോളജി അല്ലേ? ഒരു സെക്കൻഡ്. ദിലീപിന്റെ കേസിൽ ദിലീപ് നിരപരാധിയാണെന്നല്ലേ കോടതി പറഞ്ഞത്? എന്ന് പറഞ്ഞാൽ സാർ, എന്ന് പറഞ്ഞാൽ അതൊരു ലീഗൽ ലാംഗ്വേജ് ആണ്. ആ ലീഗൽ ലാംഗ്വേജിൽ സാറേ ആയിക്കോട്ടെ, അതെന്താ
ആയിക്കോട്ടെ, അതിനെന്താ ഇനി ശരി ഇനി സുപ്രീം കോടതി അല്ല ഒരു സുപ്രീം കോടതിയിൽ പോലും പ്രോസിക്യൂഷന് ഈ കേസ് തെളിയിക്കാൻ പറ്റില്ല. അതിന്റെ കാരണങ്ങൾ പലതും നമുക്ക് പലതും പറയാം. എന്തുകൊണ്ട് തെളിയിക്കാൻ പറ്റുന്നില്ല അതോടെ തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇന്നസെന്റ് ആവുക. ശരി, ഞാൻ പറഞ്ഞോട്ടെ ഇനി രണ്ട്, സുപ്രീം കോടതിയോ ഏതെങ്കിലും കേസിൽ ഏതെങ്കിലും കോടതി ഇയാൾ നിരപരാധിയാണ് എന്നല്ല പറയുന്നത്. കോടതിയുടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ പ്രോസിക്യൂഷൻ. സാറേ, ആ പോയിന്റ് എന്താ അറിയാമോ? അതിനർത്ഥം അയാൾ നിരപരാധിയാണെന്നല്ലേ, അയാൾ അപരാധിയാണെന്നാണോ? നമ്മൾ സ്വയം തെറ്റിദ്ധരിപ്പിക്കരുത്, ബാക്കിയുള്ളവരെ തെറ്റിദ്ധരിച്ച കുഴപ്പമില്ല. അതായത് ശരി, ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കാം. ഞാൻ പെട്ടെന്ന് അങ്ങയുടെ കൺവിക്ഷൻ വേണ്ടി കളിക്കാം. നമ്പിനാരായണൻ രാജ്യദ്രോഹിയാണ്? ഞാൻ ചോദിച്ചത് സിമ്പിൾ ആയ ചോദ്യം അല്ലല്ല. അല്ലല്ല, എന്തുകൊണ്ടാണ് പറയണമെന്ന് പറഞ്ഞത്? ഒരു സെക്കൻഡ്, കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് പറയാൻ പറ്റും. അയാൾ നിരപരാധി എന്ന് പറഞ്ഞ ടെർമിനോളജി. സാറേ, ടെർമിനോളജി ഇല്ലാത്തത് കോടതിയിലല്ലേ, നമുക്ക് പറഞ്ഞൂടെ? അതിജീവിതയെ വീണ്ടും അധിക്ഷേപിക്കുമെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനിപ്പോ അങ്ങനെ, അതായത് എന്ത് ഈസി ആയിട്ട് ഫ്ലിപ്പ് ചെയ്തു നോക്കും. അതായത് രാഹുൽ മാങ്കൂട്ട് സാർ, എനിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞതിനല്ലേ കോടതികൾ പറഞ്ഞത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള രണ്ട് ഈ വ്യാജ ബലാത്സംഗ പരാതി കേസ്, ബാക്കി പരാതി കേസല്ല, വ്യാജ ബലാത്സംഗ പരാതി കേസിൽ ഞാൻ പറഞ്ഞതല്ലേ കോടതി പറഞ്ഞു, സംശയം പ്രകടിപ്പിച്ചു, അത് നിലനിൽക്കില്ലെന്ന് പറഞ്ഞു. ഒരു കേസ് നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞാൽ അതിനർത്ഥം പരാതി വ്യാജമാണെന്നല്ലേ? ഇത് തന്നെയല്ലേ കോടതി പറഞ്ഞത്? അപ്പൊ ഞാൻ ഇനി അതിന്റെ മെറിറ്റിലേക്ക് കടക്കുന്നില്ല. ഇത് ഞാൻ പറഞ്ഞപ്പോ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ച്, എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒരു വ്യക്തിബന്ധവും ഇല്ല കേട്ടോ. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സുഹൃത്തോ, ഞങ്ങള് മറുഭാഗത്ത് നിന്ന് ഡിബേറ്റ് ചെയ്യുന്ന, പക്ഷേ അവര് വ്യാഖ്യാനിച്ച് എങ്ങനെ അറിയും? അതിജീവിതയെ ഇനി അധിക്ഷേപിക്കുകയാണ് പറഞ്ഞത്. എവിടെയാണ് അധിക്ഷേപിച്ചത്? എനിക്ക് സത്യം പറഞ്ഞാൽ പറയണമെന്ന് നാക്കിന്റെ അറ്റത്തുണ്ട്. നിങ്ങൾ ഒന്ന് അന്വേഷിക്കണം, എനിക്കെതിരെ ഉന്നയിച്ച 3 ആരോപണങ്ങൾ ഒരു കാര്യമെങ്കിലും ഞാൻ ചെയ്തോ എന്നൊന്ന് അന്വേഷിക്കണം. എനിക്കത് പറയാൻ പോലുള്ള ലിബർട്ടി ഇല്ല. അതായത് എനിക്ക് നേരെ വ്യാജ കള്ള അല്ലെങ്കിൽ ശരിയല്ലാത്ത പരാതികളോ സത്യമല്ലാത്ത പരാതികളോ വന്നു, അത് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല. ഞാൻ ഷെയർ ചെയ്ത ഫോട്ടോയും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ളതല്ലേ. എന്ത് ചെയ്യാൻ? ഞാൻ ആലോചിക്കുന്നത്, തിരിച്ച് നിങ്ങളിൽ ഒരാൾക്കോ നമ്മുടെ സഹോദരനോ മകനോ സുഹൃത്തിനോ ഇത് വരികയാണെങ്കിലേ എന്തൊരവസ്ഥയാണ്. അതായത് എനിക്കെതിരെ സത്യവിരുദ്ധമായി ചില കാര്യങ്ങൾ ചെയ്തിട്ട് അത് സത്യവിരുദ്ധമാണെന്ന് പറയാൻ പോലും പറ്റില്ല. കാര്യം പറ്റുകയാണെങ്കിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ചെലുത്തിയതാണെങ്കിൽ പറയാം. അങ്ങനെയാണ് ഈ ലാസ്റ്റ് ഉണ്ട്. ഞാൻ അവസാനം എന്റെ സുപ്രീം കോടതിയിലെ അഭിഭാഷകനോട് അടി കൂടിയിട്ടാണ് പറഞ്ഞത്, ഞാൻ കള്ളക്കേസ് എന്തെങ്കിലും ഒരു വാക്ക് വെക്കും, ഇല്ലെങ്കിൽ ഞാൻ പ്രസ് മീറ്റ് വിളിക്കുന്നതിന് അർത്ഥമില്ല. കള്ളക്കേസ് എന്തെങ്കിലും ഒരു വാക്ക് വെക്കും. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്റെ ഇത്രയേ ഉള്ളൂ. ശശി തരൂർ സാറിന്റെ വിഷയത്തിന് വേണ്ടിയാണ് ഈ പ്രസ് മീറ്റ് വിളിക്കുന്നത്. പക്ഷെ എന്റെ കാര്യം തീർച്ചയായും ഞാൻ പറയണമെന്നുള്ളത് കൊണ്ട് എന്തൊരു അനീതിയാണ് 16 ദിവസം എന്തൊരു അനീതിയാണ് സംഭവിച്ചതെന്ന് നിങ്ങൾ അന്വേഷിക്കണം. അത് ശരിയെന്ന് നിങ്ങൾക്ക് സത്യവും തോന്നുന്നുണ്ടെങ്കിൽ ദയവായി അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം. ഈ ശ്രീ ദിലീപിന്റെ കാര്യത്തിൽ ഒരു കാര്യം, ഞാൻ ശ്രീ ദിലീപിന്റെ കാര്യത്തിൽ ആദ്യം മുതലേ എടുക്കുന്ന നിലപാടുകൾ കോടതിയുടെ അടക്കം സാധൂകരണവും പറഞ്ഞ ഓരോ കാര്യങ്ങളും ശരിയായി വന്നില്ലേ. പക്ഷെ എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത്, ഞാൻ ശരിയായി എന്ന് പറയാനല്ല ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത്. പകരം നമ്മുടെ സമൂഹത്തിന് തെറ്റിപ്പോയി എന്നുള്ളൊരു തിരിച്ചറിവ് വേണം. ആ വീട്ടിലും പുള്ളിക്കൊരു അമ്മയില്ലേ? ആ വീട്ടിൽ പുള്ളിക്കൊരു ഭാര്യയില്ലേ? 2 പെൺമക്കളല്ലേ അവിടെ ഉള്ളത്? എത്ര കാലം അദ്ദേഹത്തെ വേട്ടയാടി. എന്നിട്ട് ഞാൻ ജയിലിൽ പോകുമ്പോൾ, അതായത് ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് കണ്ടത്. അന്ന് ഞാൻ അകത്ത് കിടക്കാണ്, 8-ാം തീയതി വിധി വരുമ്പോൾ ഞാൻ അറസ്റ്റിലാണ്. ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. ചില ചാനലുകൾ, എല്ലാവരും പറയുന്നില്ല, ഇപ്പോഴും പുള്ളി എന്തോ വലിയ തെറ്റ് ചെയ്തു, ഇതിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചനകളൊന്നും ചിത്രീകരിക്കുന്നതേ എന്ത് ആത്മാർത്ഥതയാണ്. കോടതി എടുത്തെടുത്ത് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടതല്ലേ. ഇനി ഞാൻ 1500 പേജ് വായിച്ചില്ല കേട്ടോ, ചാറ്റ് GPT-യിലൊക്കെ ഇട്ട് സമ്മറൈസ് ചെയ്താണ് വായിച്ചത്. പറഞ്ഞ ഓരോ കാര്യങ്ങളും ശരിയല്ല. നിങ്ങൾ മാധ്യമങ്ങളോട് ഒരു കാര്യം ചോദിക്കാം. നിങ്ങൾ മാധ്യമങ്ങൾക്കെല്ലാം, എന്റെ കേസ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പോലീസും പ്രോസിക്യൂഷനും ഒരു ഫോട്ടോ ചോർത്തിയതെന്ന് ഓർമ്മയുണ്ടോ? പൾസർ സുനിയും ദിലീപും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ കിട്ടി, ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഫോട്ടോ എന്ന് പറഞ്ഞു. എവിടെയാ ഫോട്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. നടക്കുന്ന കള്ളത്തരത്തിന്റെ എക്സ്റ്റെന്റ് ആലോചിച്ച് നോക്കുക. രാഹുൽ ഈശ്വർ കുറച്ചുകൂടെ സാധാരണക്കാരനാണ്, 16 ദിവസം ജയിലിൽ കിടന്നു. ശ്രീ ദിലീപ് 85 ദിവസം ജയിലിൽ കിടന്നു. പൾസർ സുനിയും ദിലീപും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഞങ്ങൾക്ക് ലഭിച്ചു. ഏത് കോടതിയും ജാമ്യം നിഷേധിക്കില്ലേ? ആ ഫോട്ടോ എന്തായിരുന്നു? ഫോട്ടോഷോപ്പ് ആയിരുന്നു. പോലീസുകാർ ഫോട്ടോഷോപ്പ് ചെയ്തു തുടങ്ങിയാൽ എവിടെ ഈ രാജ്യം ചെന്ന് നിൽക്കും? ഇനി നിങ്ങൾ ആ ഫോട്ടോ കണ്ടിട്ടില്ലെങ്കിൽ വെറുതെ പൾസർ സുനി, ഞാൻ ആ ഫോട്ടോയും കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാണ് പോലീസുകാരെ. നമ്മുടെ ഫോട്ടോ റിയാസ് എന്ന് പറഞ്ഞിട്ട് ദിലീപ് ഫാൻസ് അസോസിയേഷന്റെ സെക്രട്ടറി റിയാസ്, എല്ലാവർക്കും അറിയാം. റിയാസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോ എടുത്ത് ടേക്ക് ചെയ്താണ് ആ ഫോട്ടോ ഉണ്ടാക്കി. റിയാസ് വീട്ടിൽ വന്ന് ഇപ്പൊ പറയുകയും ചെയ്തു, എന്റെ ഫോട്ടോ എടുത്ത് അതിൽ പൾസർ പെട്ടി ഒട്ടിച്ച്. അങ്ങനെയാണ് ഇതിന്റെ കാര്യമേ. 2 ഫോട്ടോകൾ ബ്ലെൻഡ് ചെയ്യും. 2 ഫോട്ടോകൾ ബ്ലെൻഡ് ചെയ്തിട്ട് ദിലീപിന്റെ ബാക്കിൽ, ഒരുപാട് ദൂരെ ബാക്കിൽ 2 പേര് നിൽക്കുന്നു.
അത് പൾസർ സുനിയാണ് ധരിപ്പിക്കാനായി വേറൊരു ഫോട്ടോ സൈഡിൽ ഒട്ടിച്ചു വെച്ചു. പൾസർ സുനിയുടെ മുഖത്ത് ഒരു റൗണ്ട് ഇട്ട് വെച്ചു. എന്നിട്ട് കോടതിയിലും മാധ്യമങ്ങളിലും അടക്കം ക്യാമ്പയിന്റെ ഭാഗമായി ഞങ്ങൾക്കൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ടത്രേ. അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ബിജു മേനോൻ നമ്മുടെ റൺ ബേബി റണ്ണി പറയുന്ന പോലെ ഞങ്ങൾക്കൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ടത്രേ, അതുകൊണ്ട് 4 ആഴ്ചയാക്കി ജാമ്യം കൊടുക്കാൻ. കേൾക്കുന്ന ജഡ്ജിയെ എന്തെങ്കിലും കുറ്റം പറയാൻ പറ്റൂ? നമ്മളാണെങ്കിലും അങ്ങനല്ലേ വിചാരിക്കും. ഒരു ഫോട്ടോഗ്രാഫിക് എവിഡൻസ്. ഇത് ഫോട്ടോഷോപ്പ് പോലീസ് ചെയ്തു എന്ന് പറഞ്ഞത് പോലീസിലെ DGP ആയിരുന്ന ഒരു വ്യക്തിയല്ല, ശ്രീലേഖ മാഡം അല്ലേ പറഞ്ഞു. പോലീസിലെ DGP ആയിരുന്ന ഒരു വ്യക്തി ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് കള്ളം ചെയ്തു. ക്രിമിനൽ ആക്ടിവിറ്റി അല്ലേ ഇത്? സാധാരണക്കാരൻ ചെയ്താൽ അവനെ അറസ്റ്റ് ചെയ്യില്ലേ? പോലീസുകാർ ചെയ്താൽ തെറ്റാണെന്നെങ്കിലും നമ്മൾ പറയണ്ടേ? അതായത് ഈ ചങ്ങലയ്ക്ക് സമനില നഷ്ടപ്പെടുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ പോലീസുകാർ ചെയ്തത് തെറ്റാണെന്നെങ്കിലും ഒരു മാധ്യമം പറയണ്ടേ? എന്നിട്ട് 8 വർഷത്തോളം ശ്രീ ദിലീപിനെയും കുടുംബത്തെയും വേട്ടയാടിയതിനു ശേഷം അദ്ദേഹത്തിന് അനുകൂലമായി വളരെ കൃത്യമായ ഒരു വിധി വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട ജഡ്ജി, ആ സിറ്റിംഗ് ജഡ്ജിയുടെ പേര് പറയുന്നില്ല, എന്നോട് പറഞ്ഞു വനിതകളുടെ ഒന്നും പേര് പറയരുത്, അതുകൊണ്ട് നീ വനിതകളുടെ ഒന്നും പേര് പറയുന്നത് എന്തെങ്കിലും രീതിയിൽ കേസ് അട്രാക്ട് ചെയ്യും. അതുകൊണ്ട് ആ സിറ്റിംഗ് ജഡ്ജി, എനിക്ക് വളരെ ആദരവുള്ള ആ സിറ്റിംഗ് ജഡ്ജിക്കെതിരെ കടുത്ത സൈബർ ആക്രമണം, അവരുടെ വീട്ടുകാർക്കെതിരെ അടക്കം അധിക്ഷേപം നടത്തിയിട്ട് കേരള ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷൻ നിവേദനവും പരാതിയും കൊടുത്തു. ആർക്കെതിരെയെങ്കിലും ആക്ഷൻ എടുത്തു? ഒരു സിറ്റിംഗ് ജഡ്ജിയല്ലേ. എനിക്കെതിരെ സത്യമല്ലാത്തൊരു കേസ് വന്നു, സത്യമല്ലാത്തൊരു കേസ് വന്നു. ഒരു സിറ്റിംഗ് വനിതാ ജഡ്ജിക്കെതിരെ ഇത്രയധികം അധിക്ഷേപങ്ങൾ, മോശം, വീട്ടുകാരെ കുറ്റം പറഞ്ഞു, പല രീതിയിൽ അവരെ അധിക്ഷേപിച്ചു, എന്തെങ്കിലും ആക്ഷൻ എടുത്തു? അതെന്താ അങ്ങനെ? ഏതെങ്കിലും ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇവിടെ വേണ്ടേ? ഇവിടെയാണ് ശ്രീമതി KR മീര ഷാരനെ കൊന്നത് ശരിയായി എന്നും ഷാരനെ കൊന്നത് മറ്റേ വിഷം കൊടുത്തു കൊന്നതിനെ ചിരിച്ചുകൊണ്ട് ന്യായീകരിച്ചിട്ട് കേസ് എടുക്കണ്ട, FIR രജിസ്റ്റർ ചെയ്തില്ല. ഞാൻ കൊണ്ട് പരാതി കൊടുത്തു, 7 ദിവസം എടുത്തു എനിക്ക് പരാതി രജിസ്റ്റർ ചെയ്തു തരാൻ. പോലീസുകാർക്ക് പേടിയാണ്, നീ എടുത്താണെങ്കിലും പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ അവസാനത്തിലേക്ക് വരുമ്പോ എനിക്ക് മാധ്യമങ്ങളോടുള്ള അഭ്യർത്ഥന, 8 വർഷത്തോളമായി കേസ് നടത്തി തന്റെ നിരപരാധിത്വം തെളിയിച്ച ശ്രീ ദിലീപിനെ ഇപ്പോഴും വേട്ടയാടുന്ന ചിലരുണ്ട്, അല്ലാതെ എനിക്ക് പറയാൻ പറ്റൂല. എനിക്ക് നന്നായിട്ട് അറിയാം ആരാണെന്ന്, ഞാൻ ഉദ്ദേശിക്കുന്ന ആരാണെന്ന് നിങ്ങൾക്കറിയാം, ഞാൻ പക്ഷെ പറയുന്നില്ല. ഇപ്പോഴും വേട്ടയാടുന്ന ചിലരുണ്ട്. പക്ഷേ ആ കേസിൽ, ദിലീപിന്റെ കേസിൽ വിധി പറഞ്ഞ വനിതാ ജഡ്ജിയെയും കുടുംബത്തെ അധിക്ഷേപിക്കുന്ന ചിലരുണ്ട്. ആർക്കെങ്കിലും എതിരെ നടപടി സ്വീകരിച്ചു? ഒരു സിറ്റിംഗ് വനിതാ ജഡ്ജിക്കെതിരെ സൈബർ ആക്രമണത്തിന് കേരള ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷൻ പരാതിയും നിവേദനവും നൽകിയിട്ട് എന്തെങ്കിലും ഒരു നടപടി, ഞാൻ വിഷമത്തോടെയാണ് ചോദിക്കുന്നത്, കണ്ണിൽ പൊടിയിടാനെങ്കിലും സ്വീകരിച്ചു? അതായത് പ്രത്യേകിച്ച് നടപടിയൊക്കെ ചില കണ്ണിൽ പൊടിയിടാൻ സ്വീകരിച്ചു, അങ്ങനെയെങ്കിലും സ്വീകരിച്ചു? ഇനിയും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ പീഡന ആരോപണങ്ങൾ നിലനിൽക്കുമോ എന്ന് കോടതി പോലും സംശയം പ്രകടിപ്പിച്ചിട്ട് അദ്ദേഹത്തിനെതിരെയുള്ള ഈ വേട്ടയാടലും ക്യാമ്പയിനും അവസാനിക്കും. ഞാനപ്പോ അവസാനത്തിലേക്ക് വരുമ്പോ ഇനി എന്റെ ഒരു ഇതും കൂടെ ഉണ്ട്. ഓർക്കുക, നാളെ ഇനി ഒരു കാര്യം കൂടെ, എനിക്ക് അവരുടെ പേര് പറയാൻ പറ്റുമോ എന്നുള്ളത് എനിക്കിപ്പോഴും ലീഗൽ ഡൗട്ടാണ്. ഞാൻ 4 പേരുടെ കേസ് എന്നാൽ കഴിയുന്ന വിധം കിടന്നവരിൽ ഏറ്റെടുക്കുന്നുണ്ട്. അതായത് ഞങ്ങൾ സംസാരിച്ചു, ഒരു അഡ്വക്കേറ്റിനെ ഏൽപ്പിച്ച് ഏതെങ്കിലും രീതിയിലുള്ള ഹെൽപ്പ്. 20 വർഷമൊക്കെ വ്യാജ പോക്സോ കേസിൽ കിട്ടിയ 22, 23 വയസ്സായ പിള്ളേരൊക്കെ കിടപ്പൊക്കെ. എന്തൊരു ഗതികേടാ. അതായത് അവനും ഒരു പെൺകുട്ടിക്ക് തമ്മിൽ ഇഷ്ടമാണ്, ഒന്ന് പീഡനം ഒന്ന് പോക്സോ ഇഷ്ടമാണ്. അവരുടെ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഇതിന് എതിർപ്പാണ്. സ്വാഭാവികമാണ്. ഞാനും വൈഫ് ദീപയും തമ്മിൽ പ്രണയവിവാഹമായിരുന്നു, വീട്ടുകാർക്കൊക്കെ എതിർപ്പായിരുന്നു, പിന്നീട് സമ്മതിച്ചാണ്. പക്ഷെ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇതിനെതിരെ പീഡന പരാതി കൊടുത്തു. ഈ നാട്ടില് നമുക്ക്, ഞാൻ എന്റെ വൈഫ് എന്നോട് പറഞ്ഞു, എന്റെ വൈഫ് എല്ലാവരുടെയും ഫ്രണ്ട് വെച്ചാൽ എന്റെ കണ്ണ് നിറഞ്ഞ് എന്നോട് പറഞ്ഞ് കാല് പിടിക്കുകയാണ്, നിങ്ങൾ സംസാരിക്കുക. ഞാൻ പറഞ്ഞു, ദീപ, നമുക്ക് മഹാത്മാഗാന്ധിയും സ്വാതന്ത്ര്യ സമര സേനാനികളും സ്വാതന്ത്ര്യം മേടിച്ചു തന്നത് അടിമ കിടക്കാനെന്നും. എന്തിനാണ് നമ്മൾ ഈ അടിമ കിടക്കുന്നത്? എന്തിനാണ് ഈ പേടിയാണ്? അവിടെയാണ് അതിലെ പോയിന്റ്. ഈ പേടിയാണ്, ഈ ഭയമാണ് മുതലാക്കുന്നത്. ഈ ഭയം വെച്ചാണ് ഇപ്പൊ ഞാൻ എഴുതിക്കൊണ്ട് വന്ന പല കാര്യങ്ങളുണ്ട്. അതായത് മാധ്യമങ്ങളോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ജയിലിലിരുന്ന് പേന കിട്ടുന്ന ഏക അവസരത്തിൽ, പെറ്റീഷൻ ഇടാൻ കൊടുത്ത അവസരത്തിൽ ഞാൻ സാറേ ഒന്ന് എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചു 2 മിനിറ്റ് എടുത്ത് പറഞ്ഞ കാര്യങ്ങൾ എന്നെ 2-3 കാര്യങ്ങൾ പറയാൻ സമ്മതിച്ചില്ല. പിന്നീട് കോടതിയുടെ വിധി മുഴുവനായിട്ട് ഞാൻ വായിച്ചു. കോടതിയുടെ വിധിയിൽ അത് എടുത്തു പറയണേ, കോടതിയുടെ വിധിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന് ഒരു വിലക്കുമില്ല. എനിക്ക് കോടതി തന്നിരിക്കുന്ന കണ്ടീഷനിൽ യാതൊരു വിലക്കുമില്ല. പക്ഷെ പറഞ്ഞു പേടിപ്പിക്കാൻ വീട്ടുകാരനെ കുഴപ്പമില്ല, ഭാര്യയും അമ്മയും എല്ലാം പറയുന്നത് ഇങ്ങനെ സംസാരിക്കരുതുള്ളതാണ്. ഞാൻ ഉയർത്തിയ വാദങ്ങളുടെ പ്രാധാന്യവും കാലിക പ്രസക്തിയും, ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകളുടെ അമിത മൂർച്ചയും അഗ്രസീവായ സ്വരം, ടോൺ കാരണം ഓവർ ഷാഡോ ആയി എന്ന വിമർശനം ഞാൻ പൂർണ്ണമായി ഉൾക്കൊള്ളും. കോടതികളിലെ, മാധ്യമങ്ങളിലെ വിമർശനം ബഹുമാനത്തോടെ സ്വീകരിക്കുന്നു, അംഗീകരിക്കുന്നു. അതെന്റെ വാക്കുകളിലും പ്രവൃത്തിയിലും ഉണ്ടാവും. അത് പറയുന്നതിന്റെ കാരണം ഈ ഇഷ്യൂ, മെൻസ് കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ വരണം. ഇപ്പോ രാജ്യസഭയിൽ അത് അവതരിപ്പിച്ചു.
നമ്മൾ അതിനു മുമ്പ് എത്രയോ മുമ്പ് പ്രിപ്പയർ ചെയ്തതാണ്. നിങ്ങൾക്ക് എല്ലാ ബില്ല് കിട്ടിക്കാണും. നമ്മൾ രാജ്യസഭയിൽ അവർക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞ വലിയ കാര്യം. എത്രയോ മുമ്പ് ഞാനടക്കമുള്ള ഒരു മാസങ്ങൾ പണിപ്പെട്ടാണ് ഇത് പ്രവർത്തിച്ചത്. അപ്പൊ ഇനി അതിന്റെ ഒരു കൗതുകം കൂടിയുണ്ട്, നിങ്ങൾ കൊടുക്കണം. അതിനെ ഏറ്റവും എതിർത്ത ആള്, അതായത് പുരുഷ കമ്മീഷൻ ബില്ലിനെ ഏറ്റവും എതിർത്ത ആള് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഇത് വേറെ ആരുമല്ല പറഞ്ഞത്, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നോടാ പറഞ്ഞത്. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഈ പുരുഷ കമ്മീഷൻ ബില്ലിന്റെ കാര്യം സംസാരിച്ചു പറഞ്ഞു, അത് ശ്രീ VD സതീശനോട് ഞാൻ പറഞ്ഞാണ്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞാണ് ഏറ്റവും എതിർത്തത്. ഞാൻ പറഞ്ഞു ഇപ്പോഴേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നില്ല. ഇതിന്റെ പ്രശ്നം എന്താ അറിയാമോ? നമുക്കൊരു പ്രശ്നം വരുമ്പോഴാണ് ആൾക്കാർക്ക് ഇതിന്റെ ഇഷ്യൂ മനസ്സിലാക്കും. ആരും ഹെൽപ്പ് ചെയ്യാനില്ലാത്തൊരു ഇഷ്യൂ വരും. അതുകൊണ്ടാണ് നാളെ മുകേഷ് എന്നെ ദുബായിൽ നിന്ന് കണ്ടതുപോലെ ഒരു ചോദ്യം നിങ്ങളോടായിട്ട് ചോദിക്കാം. ഞാൻ നെഗറ്റീവായി പറയല്ല, നമ്മുടെ കൂടെ നിൽക്കുന്ന ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും നാളെ ഇതേപോലെ വ്യാജ പരാതി വന്നാലേ നമ്മുടെ കൂടെ നിൽക്കുന്ന എത്ര പേര് നമ്മളോടൊപ്പം ഉണ്ടാവും?